നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ നടപടിക്ക് പിന്നാലെ നടൻ ദിലീപിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ഒരു സ്ത്രീയുടെ മാനത്തിന് ഒരു വിലയുമില്ല എന്ന തരത്തിലായിരുന്നു കോടതിയുടെ വിധിന്യായം. കേസിൽ പ്രതികളായവർ വെറും 6 പേർ മാത്രം. അണിയറയിൽ കച്ചം മുറുക്കിയവരൊക്കെ വിശുദ്ധന്മാരായി. എന്തായാലും ഇപ്പോ പറഞ്ഞു വരുന്നത് ഒരു ഒഴിവാക്കലിനെ കുറിച്ചാണ്. എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനത്തിൽ നിന്നും നടൻ ദിലീപിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചതിൽ വൻ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം. ജനുവരി 23-നാണ് എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടന ചടങ്ങ് ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 നടത്താനായിരുന്നു തീരുമാനിച്ചത്. ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങാനായി നടൻ ദിലീപിനെയായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇതു സംബന്ധിച്ച നോട്ടീസും പോസ്റ്ററുകളും അടിച്ചിരുന്നു. എന്നാൽ ദിലീപ് ഉദ്ഘാടനത്തിന് എത്തുന്നതുമായി ബന്ധപ്പെട്ട് വൻ പ്രതിഷേധം സമിതിക്കുള്ളിൽ തന്നെ ഉയർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിലും അതൃപ്തി ഉണ്ടായി. തുടർന്ന് കൂപ്പൺ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ദിലീപിനെ മാറ്റുകയായിരുന്നു. പരിപാടി ചൊവ്വാഴ്ച നടക്കും. മേൽശാന്തി ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങുകയും ചെയ്യും. അതേസമയം തനിക്ക് നേരിട്ട അതിക്രമത്തിൽ കോടതി വിധിയിലും ആദ്യമായി പ്രതികരണമായി എത്തിയിരിക്കുകയാണ് അതിജീവിത. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പ്രസ്താവിച്ച ശേഷം ആദ്യ പ്രതികരണവുമായി എത്തിയത്. 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമുണ്ട്. കോടതി വിധി പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ തനിക്കതിൽ അത്ഭുതമില്ല. കാര്യങ്ങൾ ശരിയായ ദിശയിലല്ല നീങ്ങുന്നതെന്ന് 2020 തന്നെ ബോധ്യമായിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളിൽ അടുക്കുമ്പോൾ മാത്രം കേസ് ഇതുവരെ കൈകാര്യം ചെയ്തത് വന്ന രീതിയിൽ നിന്നും മാറ്റം വന്നിരുന്നു. അക്കാര്യം പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പല തവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. കേസ് മാറ്റണമെന്ന തന്റെ ഹർജികളെല്ലാം നിഷേധിക്കപ്പെട്ടു. നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന് നിരന്തരമായി അനുഭവിച്ച വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷത്തിനും ഒടുവിൽ താനിപ്പോൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഈ യാത്രയിലുടനീളം കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകലരെയും നന്ദിയോടെ ചേർത്തു പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിക്കൊണ്ടുള്ള നുണക്കഥകളും ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്നവർ അത് തുടരുക. നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് അതിനാണെന്നും നടി വിമർശനം ഉന്നയിച്ചു. തന്റെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കപ്പെട്ടില്ല എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് പോസ്റ്റിലുള്ളത്. കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് 3 തവണ തുറന്ന് പരിശോധിക്കപ്പെട്ട കാര്യവും കേസിലെ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച കാര്യവുമടക്കം അവർ ചൂണ്ടിക്കാട്ടുന്നു. നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് രാജിവെച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വകാര്യമായി പറഞ്ഞുവെന്നും നടി വ്യക്തമാക്കി. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിയായ അന്വേഷണം നടത്താൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരെ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് കൈമാറിയില്ല. കേസിൽ അതിജീവിതയുടെ പ്രതികരണത്തിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരുന്നു. കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിൽ ഉണ്ട്. അത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതകളുടെ നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നായിരുന്നു മഞ്ജുവിന്റെ പ്രതികരണം.